നമസ്കാരം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ വിദ്യാർത്ഥികൾക്കായി മൈ റേഡിയോ 90 FM അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് രശ്മി. ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപികയാണ്. ഇന്ന് 2ാം വർഷ ഫിസിക്സ് പരീക്ഷയെക്കുറിച്ച് സംസാരിക്കാനായി ഞങ്ങളുടെ അതേ സ്കൂളിലെ +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനി കൂടിയുണ്ട്, അർപ്പിത. നമസ്കാരം. അർപ്പിത, പ്രാക്ടിക്കൽ എക്സാം എല്ലാം ഇപ്പോൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിയറി എക്സാം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണ് അല്ലേ? എന്തായി പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ? റിവിഷനൊക്കെ ഒരുവിധം ആയല്ലോ അല്ലേ? റിവിഷനൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ട് പരീക്ഷനെ കുറിച്ചിട്ടും. പിന്നെ ചില പാഠഭാഗങ്ങളിൽ നമുക്ക് കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ചോദിച്ചോളൂ. എന്തൊക്കെയാണ് സംശയങ്ങൾ? ഫിസിക്സ് ടോട്ടലായിട്ട് 200 മാർക്കിലാണല്ലോ എക്സാം. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ എങ്ങനെയാണ് വരുന്നത്? അതായത് PCT അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ 200 മാർക്കിൻ്റെ ഫിസിക്സ് പേപ്പർ എന്ന് പറയുന്നത് 80 മാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അത് +1 തിയറി എക്സാം, +1 പൊതുപരീക്ഷയോടെ നേടിയ 60 മാർക്കാണ്. 20 മാർക്ക് +1 കണ്ടിന്യൂസ് ഇവാലുവേഷനിലൂടെ നേടിയ 20 മാർക്ക് ഇൻറ്റേർണലുമാണ്. അങ്ങനെ 80 മാർക്ക്. ഇപ്പോൾ കഴിഞ്ഞ പ്രാക്ടിക്കൽ എക്സാമിലൂടെ ഇപ്പോൾ 40 മാർക്കും നേടിയിട്ടുണ്ടാവും. ഇനി ബാക്കി വരുന്നത് 80 മാർക്കാണ്. അതിൽ 60 മാർക്കിൻ്റെ പരീക്ഷയാണ് മാർച്ചിൽ എഴുതേണ്ടത്, മാർച്ചിലെ പൊതുപരീക്ഷ. പിന്നെ വരുന്ന 20 മാർക്ക് +2 നേടേണ്ട ഇൻറ്റേർണൽ മാർക്കാണ്, കണ്ടിന്യൂസ് ഇവാലുവേഷനിലൂടെ നേടേണ്ട 20 മാർക്കാണ്. അങ്ങനെ 80+40+80, അതാണ് ആ സ്ട്രക്ചർ. ഫിസിക്സ് പരീക്ഷയുടെ ഡ്യൂറേഷനൊക്കെ +1 പോലെ തന്നെ ആയിരിക്കില്ലേ? അതെ, +1 പോലെ തന്നെ 2.25 മണിക്കൂറിൻ്റെ പരീക്ഷ തന്നെയാണ്. അതിൽ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. 2 മണിക്കൂർ പരീക്ഷ എഴുതാനുള്ള സമയം തന്നെയാണ്. കൂൾ ഓഫ് ടൈമൊക്കെ നമ്മൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക? സാധാരണ എല്ലാവരും വെറുതെ ഇരിക്കലാണല്ലോ പതിവ്. അപ്പോൾ നമ്മൾ എങ്ങനെ യൂസ്ഫുള്ളായി? കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മനസ്സ് വളരെ ശാന്തമാക്കിയിരുന്ന് ക്വസ്റ്റ്യൻ നല്ല പോലെ മനസ്സിലാക്കി ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള ഒരു സമയമാണ് കൂൾ ഓഫ് ടൈം. നമ്മുടെ മനസ്സ് കൂളാവുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ? പിന്നെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റാവുന്ന കുറച്ച് ആൻസറുകൾ, ക്വസ്റ്റ്യൻസ് നമ്മളവിടെ കാണും. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് +2 ഡബിൾ വാല്യുവേഷനാണ് ഫിസിക്സ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായ പോയിന്റിലൂടെ തന്നെ ആൻസർ കടന്നു പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതെല്ലാം മനസ്സിൽ കണ്ട് വളരെ കൂളായിട്ടിരിക്കേണ്ട ഒരു സമയമാണ് കൂൾ ഓഫ് ടൈം. പരീക്ഷയുടെ പാറ്റേൺ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കില്ലേ? അതെ, പരീക്ഷയുടെ പാറ്റേണും കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ നമുക്ക് 60 മാർക്കാണ് മാക്സിമം മാർക്ക് എങ്കിലും 78 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ചോയ്സസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓരോ വിഭാഗത്തിലും ചോയ്സ് ഉണ്ട്. ആദ്യത്തെ വിഭാഗം 1 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും. അങ്ങനത്തെ 7 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ മിനിമം 5 ചോദ്യങ്ങളെങ്കിലും എഴുതണം. സാധാരണ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഏതൊക്കെ വരാറുണ്ട്? ഓപ്ഷൻസ് അതന്നെ. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരും. പിന്നെ ട്രൂ ആൻഡ് ഫോൾസ് അല്ലേ, ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പിന്നെ വരുന്നത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അല്ലേ? 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിലും 7 ചോദ്യങ്ങൾ ഉണ്ടാവും. മിനിമം 5 ക്വസ്റ്റ്യനെങ്കിലും എഴുതണം. പിന്നീട് 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതിലും 7 ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്, 6 ചോദ്യങ്ങളെങ്കിലും മിനിമം എഴുതണം. പിന്നെ 4 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ, അതിൽ നിന്ന് 3 ചോദ്യങ്ങൾ എഴുതണം. 5 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ, അതിൽ നിന്ന് മിനിമം 3 ചോദ്യങ്ങൾ എഴുതണം. പിന്നെ ഞാൻ ഈ മിനിമം എന്നുള്ളൊരു ടേം പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്സിന് ഇങ്ങനെ വാരി വലിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? കുറേ കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. കറക്റ്റ് പോയിൻറ്റ്സ് മാത്രം മതി നമുക്ക് ഫിസിക്സിൽ. അങ്ങനെ പോയിന്റ്സിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പോയിന്റ് എഴുതുന്ന ഒരു കുട്ടിക്ക് ഇഷ്ടം പോലെ സമയം ബാക്കി ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി ആൻസർ ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ എഴുതി ഏതെങ്കിലും ഒരു ഉത്തരം തെറ്റിപ്പോയാലും നമ്മുടെ ഏതെങ്കിലും ശരിയായ ഉത്തരം വാല്യൂ ചെയ്യുന്ന സമയത്ത് പരിഗണിക്കും. എന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ടൈമിനനുസരിച്ച് എഴുതാൻ പറ്റാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഫിസിക്സിൽ നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓർഡറിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധമുണ്ട്. അതായത്
നമുക്ക് ടഫുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എഴുതിയിട്ട് സിമ്പിളുള്ള ക്വസ്റ്റ്യൻസ് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യണത് എപ്പോഴും നമുക്ക് ഗുണകരമാവും അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് നമുക്ക് സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് അങ്ങോട്ട് പോകും. അപ്പോൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൻസർ ആദ്യം എഴുതി കഴിഞ്ഞാൽ പിന്നീടുള്ള ഉത്തരങ്ങളെ അത് ശരിക്കും പോസിറ്റീവായിട്ട് നമുക്ക് ബാധിക്കും. പക്ഷേ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റാൻ പാടില്ല. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് എഴുതണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വിഭാഗത്തിലും മിനിമം ഇത്ര ക്വസ്റ്റ്യൻ എങ്കിലും എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളതിങ്ങനെ ഓർഡർ അല്ലാണ്ട് എഴുതുന്ന സമയത്തേ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോയോ എന്ന് അറിയില്ല. ഇപ്പോൾ ഓരോ സെഷനിലും ഇത്ര ക്വസ്റ്റ്യൻ പോയോ എന്നറിയാൻ പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ ടിക്കിട്ട് പോകാറില്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിങ്ങനെ കുട്ടികൾ കാണാറുണ്ട്. ഇങ്ങനെ നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻ ടിക്കിട്ട് പോവാം. അപ്പോൾ ലാസ്റ്റ് ആയാലും നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ മിസ്സായോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ ഡെറിവേഷൻസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഡെറിവേഷൻസിൽ എല്ലാ സ്റ്റെപ്പും എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? ഡെറിവേഷൻസിലേ നമുക്ക് മാത്തമാറ്റിക്കൽ ടീച്ചർ ക്ലാസ്സിൽ എടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഡെറിവേഷൻസ് ഫിസിക്സിന് ഇത്തിരി ബുദ്ധിമുട്ടാക്കുന്നുണ്ട് അല്ലേ. അതിനുള്ളൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്സിൽ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും വെക്ടറും ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഫിസിക്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം ചില ഡെറിവേഷൻസ് എങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ഡെറിവേഷൻസ് പഠിപ്പിക്കുമ്പോൾ തന്നെ ചില സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ എന്തായാലും ഡെറിവേഷനിൽ എഴുതണം എന്ന് പറഞ്ഞിട്ടുള്ള ചില സ്റ്റെപ്പുകളുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷയുടെ വാല്യൂ പോയിന്റ്സ് നമ്മൾ പരീക്ഷ നോക്കുമ്പോൾ ഒരു കീ ഉണ്ടാവും അല്ലേ, ഒരു ആൻസർ കീ ഉണ്ടാവും. ആൻസർ കീയുടെ വാല്യൂ പോയിന്റ്സിലുള്ള ആയിരിക്കും മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഇക്വേഷൻസ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ആ സ്റ്റെപ്സ് ഒന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ ചില കുട്ടികൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് എഴുതുമ്പോൾ ഉണ്ടാവുന്ന കണ്ടിന്യൂഷൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാനുള്ളൊരു വഴിയുണ്ട്. അങ്ങനെ തെറ്റരുത്. ഫൈനൽ ഇക്വേഷൻ എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ചില സ്റ്റെപ്സുകൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഫൈനൽ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതൊക്കെ ഫുൾ എന്താ പറയുക, വരച്ച് പഠിക്കുന്ന വേണം അല്ലേ. ഫിസിക്സിൽ നമ്മൾ പൊതുവേ പറയും എല്ലാം എഴുതി പഠിക്കണം എന്ന്. കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് വായിച്ച് പഠിക്കല്ലേ എഴുതി പഠിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഡയഗ്രാംസ് ഡെറിവേഷൻസിലൊക്കെ ഇപ്പോൾ ചോദിച്ചിട്ടില്ലെങ്കിലും ഡയഗ്രാംസ് വരയ്ക്കുന്നത് നല്ലതാണ്. എല്ലാ ഡയഗ്രാംസും വരച്ച് പഠിക്കുക. പിന്നെ പ്രത്യേകിച്ച് റേ ഓപ്റ്റിക്സിൽ അല്ലേ കുറേ റേ ഡയഗ്രാംസ് ഉണ്ട്. പിന്നെ വെക്ടർ റിസോൾവ് ചെയ്യുന്ന കുറച്ച് ഡയഗ്രാംസ് ഉണ്ട് അല്ലേ. അതൊക്കെ ആ ഡയഗ്രാംസ് ഒക്കെ വെറും വരകളല്ല, അതെല്ലാം മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയുള്ള ഡയഗ്രാംസ് ആണ് റേ ഓപ്റ്റിക്സിലെയും പിന്നെ ഈ വെക്ടർ റിസോൾവ് ചെയ്യുന്ന ഡയഗ്രാംസ് എല്ലാം. അതൊക്കെ വരച്ച് പഠിക്കുക തന്നെ വേണം. നമുക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ ആൻസറിൽ അത് ഇൻക്ലൂഡ് ചെയ്തോളൂ. അതൊക്കെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണല്ലോ. ഫിസിക്സിൽ ന്യൂമറിക്കൽസ് ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണല്ലോ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പാഠത്തിൽ നിന്നൊക്കെ ന്യൂമറിക്കൽസ് വരാൻ സാധ്യത ഉണ്ടാവുക? ഫിസിക്സിൽ നമ്മുടെ ഓരോ ചാപ്റ്ററിലും ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട് ഓരോ ചാപ്റ്ററും കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമ്മറി പോലെ നമ്മൾ അതിൽ പഠിച്ച എല്ലാ ഇക്വേഷൻസും ഒന്ന് എഴുതി വെക്കണം. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മെമ്മറൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലായ ഇക്വേഷൻസ് എല്ലാം ഉണ്ടാവും. പിന്നെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പഠിച്ച ഇക്വേഷനെ പലപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് അത് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു കാര്യം. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ സോൾവ്ഡ് പ്രോബ്ലംസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് റേ ഓപ്റ്റിക്സിലെ പ്രോബ്ലംസ് ആണ്. അതിൽ സൈൻ കൺവെൻഷനൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അത് പ്രോബ്ലം പെട്ടെന്ന് തെറ്റിപ്പോവും അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഫിസിക്സിലെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളെ കോൺസെപ്റ്റ് തന്നെയാണ്. ആ കോൺസെപ്റ്റ് മനസ്സിലായ ഒരു കുട്ടിക്ക് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 14 ചാപ്റ്റർ ഉണ്ടല്ലോ നമുക്ക് ടോട്ടലായിട്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ ഏതൊക്കെ ഭാഗമാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന്? അതായത് 14 ചാപ്റ്റർ നമ്മൾ NCERT ടെക്സ്റ്റ്, ഞാൻ എപ്പോഴും NCERT ടെക്സ്റ്റ് ബുക്കിനെയാണ് പറയുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പാർട്ട് A പാർട്ട് B അല്ലേ, 2 ഭാഗങ്ങളായിട്ടാണ് 14 ചാപ്റ്ററായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 4 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഈ 4 ചാപ്റ്ററിനും വെയിറ്റേജ് 22 മാർക്കാണ്. വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ചോയ്സ് ഇല്ലാത്ത വെയിറ്റേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. 22 മാർക്കുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ കുട്ടികളെല്ലാം ആദ്യം പഠിക്കും. കാരണം നമ്മൾ പഠിക്കാൻ തുടങ്ങല്ലേ, +2 പഠിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ആദ്യത്തെ ചാപ്റ്ററൊക്കെ നല്ല പക്കയായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതിലൊരുപാട് ഡെറിവേഷൻസും വരുന്ന ചാപ്റ്റേഴ്സാണ്. അതിൽ ഏറ്റവും ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ, അതിൽ ഒരു 2 അതന്നെ ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ പ്ലെയിനിലും വരുന്ന ഡെറിവേഷൻ. പിന്നെ അതുപോലെ തന്നെ ഗോസസ് തിയറം ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഗോസസ് തിയറം റിവിഷനൊക്കെ എത്തിയപ്പോൾ അവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഗോസസ് തിയറവും ആപ്ലിക്കേഷൻസ് അല്ലേ, അത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ഉണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഉണ്ട്. പിന്നെ അതിൻ്റെ മറ്റേ ഭാഗം കപ്പാസിറ്റർ അല്ലേ, കപ്പാസിറ്ററിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. പിന്നെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ, എനർജി സ്റ്റോർഡ്, ഈ ഭാഗങ്ങളൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഭാഗങ്ങളാണ്. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഓംസ് ലോ, നമ്മളിപ്പോൾ പ്രാക്ടിക്കലിനൊക്കെ ചെയ്തു അല്ലേ, ഓംസ് ലോ, അതുപോലെ കിർച്ചോഫ് ലോ, പിന്നെ അതുപോലെ തന്നെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് അല്ലേ, സ്ഥിരമായി കാണുന്ന ഒരു ചോദ്യമാണ്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്, ബാലൻസിങ് കണ്ടീഷൻ. പിന്നെ 4ാമത്തെ ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ആ ചാപ്റ്ററിൽ ബയോട്ട് സാവോട്ട് ലോ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ഓർമ്മയുണ്ടോ? എപ്പോഴും നമ്മളിങ്ങനെ വരച്ച് പഠിക്കുന്ന അത് റിസോൾവ് ചെയ്യുന്ന ഏതായിരുന്നു? സർക്കുലാർ കോയിൽ അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലാർ കോയിൽ ക്യാരിയിങ് കറന്റ്. പിന്നെ ആംബിയർ സർക്യൂട്ടൽ തിയറം അല്ലേ, അതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ അതിന്ന് ആംബിയറിൻ്റെ ഒരു ഡെഫിനിഷൻ, നമ്മൾ ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറൻസ് പഠിച്ചിട്ട് ആംബിയറിൻ്റെ ആംബിയറിൻ്റെ ഡെഫിനിഷൻ. അതുപോലെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, അതിൽ കൺവേർഷൻ, വോൾട്ട് മീറ്ററും അമീറ്ററും ആക്കുന്ന കൺവേർഷൻ. ഇതൊക്കെ ഈ 4 ചാപ്റ്ററിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്ന 4 ചാപ്റ്റർ, അതായത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ അല്ലേ, 5ാമത്തെ ചാപ്റ്റർ. 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. 7 ഓൾട്ടർനേറ്റിംഗ് കറന്റ്. പിന്നെ ആ കുഞ്ഞു ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലേ. ഈ 4 ചാപ്റ്ററിലും ഏകദേശം 14 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ്, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലേ, മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ, മാഗ്നറ്റിക് ഡയാം, ഒരു ടേബിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ. അതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മോഷണൽ EMF അല്ലേ. പിന്നെ അതിൽ സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ AC ജനറേറ്റർ പഠിക്കുന്നുണ്ട് അല്ലേ, AC ജനറേറ്റർ. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ശരിക്കും അടുത്ത ചാപ്റ്റർ വരുന്നത്. AC ജനറേറ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വരുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ആലോചിക്കുമ്പോൾ തന്നെ കുറേ ഗ്രാഫുകളും ഫേസർ ഡയഗ്രാംസും ഒക്കെ ആവും നമ്മുടെ മനസ്സിൽ വരിക അല്ലേ. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, LCR സർക്യൂട്ട് അല്ലേ. പിന്നെ അതിൽ തന്നെ ഇമ്പിഡൻസ്, റെസനൻസ്, പിന്നെ പവർ ഫാക്ടർ അല്ലേ. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ഭാഗമുണ്ട്, എളുപ്പം മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് ട്രാൻസ്ഫോമർ അല്ലേ. ട്രാൻസ്ഫോമർ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഒരു ഭാഗമാണ് ട്രാൻസ്ഫോമർ. അതിൻ്റെ എനർജി ലോസസ്, റെമഡീസ്, അതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരം കാണുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഏറ്റവും അത് കഴിഞ്ഞ് വരുന്ന ആ കുഞ്ഞു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ട്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലേ. അതിൽ യൂസ്, അതിൻ്റെ പ്രൊഡക്ഷൻ, അതെല്ലാം നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ വരുന്നത് അടുത്ത ബുക്ക് പാർട്ട് ബി, NCERTയുടെ പാർട്ട് ബിയിൽ ഒപ്റ്റിക്സ് ആണ് വരുന്നത് അല്ലേ. ആദ്യത്തെ 2 ചാപ്റ്റർ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും. അപ്പോൾ തന്നെ കുറേ ചിത്രങ്ങൾ മനസ്സിൽ ഇങ്ങനെ മിന്നി മാഞ്ഞു വരുന്നുണ്ടാവും അല്ലേ റേ ഒപ്റ്റിക്സ് പറയുമ്പോൾ. റേ ഒപ്റ്റിക്സിൽ റിഫ്ലക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ അല്ലേ, പിന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പിന്നെ എന്തൊക്കെയാ വരുന്നത്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല അല്ലേ, റിഫ്രാക്ഷൻ ത്രൂ എ സ്ഫെറിക്കൽ സെൽ, പിന്നെ സ്ഥിരമായിട്ട് ഹാഫ് ഇയർലിക്ക് പ്രിസം, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, പിന്നെ ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, അതിൻ്റെയൊക്കെ മാഗ്നിഫിക്കേഷൻ പവർ, അതിലൊക്കെ റേ ഡയഗ്രാംസ് കൃത്യമായിട്ട് വരച്ച് തന്നെ പഠിക്കുക, മനസ്സിലാക്കി വരച്ച് പഠിക്കുക. പിന്നെ വേവ് ഒപ്റ്റിക്സിൽ നമുക്ക് ഹൈഗൻസ് വേവ് തിയറി, അതിൽ റിഫ്ലക്ഷൻ്റെയും റിഫ്രാക്ഷൻ്റെയും എക്സ്പ്ലനേഷൻ, ദെൻ ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, പോളറൈസേഷൻ, അതൊക്കെ ഷോർട്ടായിട്ട് പഠിക്കുക. ഇത്രയും ഭാഗങ്ങൾ. ഈ 2 ചാപ്റ്ററിനായി 12 മാർക്കോളം വെയിറ്റേജ് ഉണ്ട്. പിന്നെ നമുക്ക് വരുന്ന 4 ചാപ്റ്റർ, കുഞ്ഞു ചാപ്റ്റേഴ്സ്, അതായത് ഡ്വൽ നേച്ചർ, ആറ്റം, ന്യൂക്ലി, പിന്നെ സെമി കണ്ടക്ടർ ഡിവൈസസ്. ഈ 4 ചാപ്റ്ററിനും 12 മാർക്കിൻ്റെ വെയിറ്റേജ് തന്നെയാണുള്ളത്. അതിൽ ഡ്വൽ നേച്ചറിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അതിൽ കുറച്ച് ഗ്രാഫുകളൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ നന്നായി വരച്ച് പഠിക്കുക. അത് എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് ഐൻസ്റ്റീൻസ് ഇക്വേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഇക്വേഷൻ. അതുപോലെ അതിൽ ഏറ്റവും ചെറുതായിട്ട് ഒരു ഡി ബ്രോളീൻ്റെ മാറ്റർ വേവ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. പിന്നെ ആറ്റത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആറ്റത്തിൽ റൂദർഫോർഡ് ആറ്റം മോഡലും ബോർ ആറ്റം മോഡലും, അതൊക്കെ കെമിസ്ട്രിയിലും കുറച്ച് ആ ഭാഗങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും, അപ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ ന്യൂക്ലി എന്നുള്ള ചാപ്റ്ററിൽ ഒരു ഗ്രാഫ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മയുണ്ടോ, ഒരു ബൈൻഡിങ് എനർജി കർവ് അല്ലേ, അയേണിൻ്റെ പൊസിഷൻ. പിന്നെ റേഡിയോ ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഫിഷൻ ഫ്യൂഷൻ, അതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഏറ്റവും ലാസ്റ്റ് വരുന്ന സെമി കണ്ടക്ടർ ഡിവൈസ്. സെമി കണ്ടക്ടർ ഡിവൈസിൽ നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ട 2 കാര്യങ്ങൾ
ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. പിന്നെ അതുപോലെ ഡയോഡ് PN നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. PN ജംഗ്ഷൻ ഡയോഡിന്റെ ഫോർവേഡ് ബയസിങ്, റിവേഴ്സ് ബയസിങ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മൊത്തം ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞപ്പോൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോയി, പക്ഷെ അതുപോലെയല്ല, നന്നായി റിവൈസ് ചെയ്ത് എഴുതി പഠിച്ചാൽ തന്നെയാണ് ഇത് ഓരോന്നും നമുക്ക് കിട്ടുള്ളൂ അല്ലേ. ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏത് ഭാഗമൊക്കെ ആയിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പൊതുവേ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈസി ക്വസ്റ്റ്യൻസ്, ആവറേജ് ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ ഒക്കെ കിട്ടാനുള്ള കുട്ടികൾക്ക് ഈ CC ക്വസ്റ്റ്യനും ആവറേജ് ക്വസ്റ്റ്യനും ഒക്കെ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മിക്കവാറും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൽ പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത് വരാം അല്ലേ. അപ്പോൾ അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, കണ്ടിട്ടില്ലേ? 1 വേർഡ് ക്വസ്റ്റ്യനിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ സെക്ഷൻ ഡിയും ഇയും 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ ഡയറക്റ്റ് ഡെറിവേഷൻസിൽ വേറൊരു ഉപചോദ്യങ്ങളായിട്ട് വരാം. ആ ഉപചോദ്യങ്ങൾ ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റ്യനിൽ A പാർട്ട് മാത്രം നമുക്ക് അറിഞ്ഞിട്ട് ആൻസർ ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ എല്ലാ പാർട്ടും ABCD എല്ലാം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ സെലക്ട് ചെയ്ത് എഴുതാൻ കേട്ടോ. പിന്നെ പാസ്സാവാൻ വേണ്ടി ഉള്ള കുട്ടികൾക്ക് അവർക്ക് ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഡെറിവേഷൻസും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ വെയിറ്റേജിനെ കുറിച്ച്. അപ്പോൾ ആദ്യത്തെ 4 ചാപ്റ്ററിനും ശരിക്കും 22 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അത് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ശരിക്കും പാസ്സാവാൻ പറ്റും. പിന്നെ അത് മാത്രം നോക്കണ്ട, നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ചാപ്റ്ററിലും വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു പോയ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ അതുപോലെ ഈസി ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണും. പാസ്സാവാൻ അതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഫിസിക്സിൽ 18 മാർക്ക് നേടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 18 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ടോട്ടൽ മാർക്ക് 36 ആയിരിക്കണം തിയറി എക്സാമിന്. ഫിസിക്സ് എല്ലാവരുടെയും പൊതുവെയുള്ള അഭിപ്രായം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഫിസിക്സ് എങ്ങനെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുക? ഫിസിക്സ് പൊതുവെ എല്ലാവരുടെയും മനസ്സിൽ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഓടിയെത്തുക കുറേ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഡയഗ്രംസ് അല്ലേ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, അങ്ങനെ പഠിക്കുന്നതുകൊണ്ടായിരിക്കാം ഫിസിക്സ് ഒരു ഡ്രൈ ആയിട്ട് പലപ്പോഴും തോന്നുന്നത്. പക്ഷേ ഫിസിക്സ് കോൺസെപ്റ്റ് മനസ്സിലാക്കി റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാം, വളരെ രസകരമായി പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയറിലെ ഫിസിക്സ് പേപ്പർ എല്ലാ ചാപ്റ്ററും പരസ്പരം കണക്റ്റഡ് ആണ് സത്യത്തിൽ. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്റ്റാറ്റിക് ചാർജിൽ നിന്ന് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് മൂവിങ് ചാർജിലേക്ക് വരുന്നു, കറണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് വരുന്നു. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഒരു കറണ്ടിന് ചുറ്റും അല്ലെങ്കിൽ ഒരു മൂവിങ് ചാർജിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് ഓയിസ്റ്റഡ് എന്നുള്ള സയൻറ്റിസ്റ്റിൻ്റെ ഡിസ്കവറി. അതിനുശേഷം അതിൻ്റെ കൺവേഴ്സ് ഫിനോമിന ഫാരഡേ പറഞ്ഞു, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതോടെ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷൻ, അത് മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രഡിക്ഷൻ അല്ലേ. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് വേവായ ലൈറ്റ് വേവിനെ കുറിച്ച് പഠിക്കുന്നു, അതാണ് ഓപ്റ്റിക്സ്, റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സും. അപ്പോൾ ലൈറ്റിന് 2 തരത്തിലുള്ള ക്യാരക്ടർ, പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും അല്ലേ. ഈ 2 നേച്ചറും കൂടി ഒരുമിച്ച് ഡ്വൽ നേച്ചർ, 2 നേച്ചറും ഉണ്ട്, അപ്പോൾ ഡ്വൽ നേച്ചർ അല്ലേ. ഡ്വൽ നേച്ചർ ലൈറ്റിന് മാത്രമല്ല എല്ലാ ടൈപ്പ് റേഡിയേഷനും ഉണ്ട്, മാറ്ററിനും ഉണ്ട്. അതാണ് അടുത്ത ചാപ്റ്റർ, ഡ്വൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ അല്ലേ. പിന്നെ കുറച്ചും കൂടി മോളിക്കുലാർ ലെവലിലേക്ക് നമ്മൾ ആറ്റത്തിനെ കുറിച്ച് പഠിക്കുന്നു, ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കുന്നു, പിന്നെ കുറച്ച് ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സും. ഈ ഒരു രീതിയിൽ ആ കണക്ഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നോക്കിയാൽ അറിയാം, ഇലക്ട്രിസിറ്റിയിലെയും മാഗ്നറ്റിസത്തിലെയും പല ഇക്വേഷൻസും പരസ്പരം കണക്റ്റഡ് ആണ് അല്ലേ. അതിങ്ങനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഈ റിലേഷൻ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ രസകരമായി ഫിസിക്സ് പഠിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രസകരമായി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയം നമുക്കില്ല, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. മാർച്ചിൽ പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ കറക്റ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു പഠനം തന്നെയാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. എക്സാമിൻ്റെ ലാസ്റ്റ് ടൈം ആവാറായല്ലോ, അപ്പോൾ ലാസ്റ്റ് മിനിറ്റ്സ് പ്രിപ്പറേഷന് എന്തൊക്കെ ചെയ്യാനാണ് പറ്റുക? നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഒരുപാട് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ എന്നാലും എല്ലാ പരീക്ഷകളും വരുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് അത് വിട്ടുപോകും അല്ലേ. എല്ലാ പരീക്ഷയും ഇങ്ങനെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഗ്യാപ്പും കുറവാണ്, പരീക്ഷയുടെ ഇടയിൽ ഗ്യാപ്പും കുറവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പരീക്ഷയുടെ ഇപ്പോൾ തലേ ദിവസമായാലും നമുക്ക് ആ കൃത്യമായിട്ട് ആ പോയിന്റ്സ് ഒക്കെ പെട്ടെന്ന് വായിച്ച് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എത്തിക്കോളും. അല്ലാതെ എല്ലാം വായിച്ച് ആദ്യം മുതൽ എത്തിക്കാനായിട്ട് ചിലപ്പോൾ പാടായിരിക്കും.
പിന്നെ ഈ പറഞ്ഞ പോലെ +1 ഇമ്പ്രൂവ്മെൻ്റ് എക്സാമും ഇടയിൽ വരുന്നത് കാരണം ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്കും ഒക്കെ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ടൈം ടേബിൾ നോക്കിയിട്ട് കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമ്മൾ പോയാൽ മാത്രമേ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ ഫിസിക്സ് പരീക്ഷ നമുക്ക് മാർച്ചിൽ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല കോൺഫിഡൻറ്റോടെ ഒരു ടെൻഷനും ഇല്ലാതെ കൂളായിട്ട് പരീക്ഷയെ നേരിടാം. A+ തന്നെ, A+ അല്ല ഫുൾ മാർക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് അർപ്പിത. ഇത്ര നേരം ടീച്ചർ പറഞ്ഞതെന്ന് എല്ലാം മനസ്സിലായി. അപ്പോൾ എന്തായാലും +2 നല്ല മാർക്ക് വാങ്ങിയിട്ട് ഇതാ A+ നേടാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ താങ്ക് യു ടീച്ചർ. അർപ്പിതയ്ക്ക് മാത്രമല്ല ഈ വർഷത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല വിജയം തന്നെ ആശംസിക്കുന്നു.